ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ പെരുന്നാളാണല്ലോ. പെരുന്നാളിൻ്റെ അന്നത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളൊരു ഡെയിലി വ്ളോഗായിട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പെരുന്നാളാണല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ രാവിലെ 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ കിച്ചണിലോട്ട് പോയി. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ കേട്ടോ ഒരുവിധം എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെയ്ത് വെച്ചിട്ട് 1 മണിയൊക്കെ ആയപ്പോഴാട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വെല്ലുള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടും ബീഫ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ പെരുന്നാളിന് ഞാൻ പുട്ടും ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പുട്ടുപൊടി വറുത്തിട്ട് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇത്തിരി നേരത്തെ നനച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാൻ രാത്രി ഒരു 10-11 മണിക്ക് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അച്ചാറിനുള്ള മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഞാൻ തലേ ദിവസം തന്നെ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ തൊലി കളഞ്ഞിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബീഫ് ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ അത് ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നോക്കാം അതെന്തായിക്കോളും നമുക്ക് നോക്കാം. ഞാൻ അങ്ങനെ വേവിച്ച് വെച്ചിട്ട് കുക്കർ മൂടി പോലും തുറക്കാതെ അങ്ങനെ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ലോണം കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്നും കൂടി വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചാറ് മാറ്റി വെക്കുന്നുണ്ട്, പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. കുട്ടികൾക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചാറ് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ബീഫ് വറ്റുന്നതിന് കുറച്ച് ചാറ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് ഇത് വറ്റി വരുന്നുണ്ട്. അതുപോലെ ചിക്കൻ ഇപ്പുറത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ബീഫിൽ നിന്ന് കുറച്ച് ചാറ് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ പുട്ട് ഇത് ആവി കയറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബീഫ് ഇവിടെ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഞാൻ വെല്ലുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് തൂമ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കുക്കിങ്ങിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം ടൈമില്ല. രാവിലെ തന്നെ എല്ലാം ചടപടുന്നതിനാവണമല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉച്ചയ്ക്കുള്ളതും അതുപോലെ രാവിലേക്കുള്ളതും അതുപോലെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം പണി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ രാവിലേക്ക് ഞാൻ ബീഫ് കറിയും പുട്ടായിരുന്നു. ഉച്ചയ്ക്കൊക്കെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അതിലോട്ടുള്ള ചിക്കൻ മസാലയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ബീഫ് വരട്ടിയത്, പിന്നെ സാദാ ചോറ് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മോൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ കച്ചമ്പർ സാലഡ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസ് ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ടാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്, കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരിവില്ലാണ്ട് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് സേമിയ പായസം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പള്ളിയൊക്കെ വിരിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുട്ടികളെ കൊണ്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ എല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുട്ടികളെ ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അവരെ ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരെയും കൂടെ ഒന്ന് പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെയോ മേടിച്ച് കൊടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ അതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കഴിക്കൽ കഴിഞ്ഞ ശേഷം ഞാൻ അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടാൾക്കും ഒരേപോലത്തെ ഡെയിലി വെയറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടാൾക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്കൊരു 12:30 ഒക്കെ ആയപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ടേബിളിൽ കൊടുന്ന് വെക്കുകയാണ്. പെരുന്നാളൊക്കെ ആകുമ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് കഴിക്കലൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ എല്ലാം വിളമ്പി കൊടുന്ന് വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ എനിക്ക് പ്ലേറ്റ് വേണം പറഞ്ഞിട്ട് ചെറിയോൾ വരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കൊടുന്നേരാന്ന് പറഞ്ഞിട്ട് രണ്ടാളും അവിടെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ അപ്പോൾ അതിലൊക്കെ ഇട്ടിട്ട് കൈയിട്ട് മാന്തും. അപ്പോൾ ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവനെ വിളിച്ചിട്ടില്ല, വിളമ്പിയിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ എല്ലാതും കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ വിളമ്പി കൊടുക്കട്ടെ. മോന് പ്ലേറ്റ് എടുത്തപ്പോൾ മോൾക്കും പ്ലേറ്റ് വേണം പറഞ്ഞിട്ട് അപ്പോൾ അവൾക്കും കുറച്ച് വിളമ്പി കൊടുക്കുകയാണ്. അങ്ങനെ ചെറുതായിട്ട് കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ചോറൊക്കെ വിളമ്പി കൊടുത്തപ്പോൾ അവൾക്ക് അച്ചാർ വേണം പറഞ്ഞിട്ട് അവൾ സ്വയം വിളമ്പി എടുക്കുക കേട്ടോ. ഒന്നും കഴിക്കില്ല, ഒക്കെ വിളമ്പി. എന്നിട്ട് ഞാൻ അവൻ്റെയൊക്കെ പ്ലേറ്റിലിട്ട് കൊടുക്കുമ്പോൾ ഒരാൾക്കും വേണം പറഞ്ഞിട്ട് ഞാൻ എല്ലാതും കുറേശ്ശെ അവൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഇപ്പോൾ ചോറൊക്കെ വിളമ്പിയിട്ട് ഇപ്പോൾ എല്ലാവരും കഴിക്കുക കേട്ടോ. ഇപ്പോഴൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല മോളൊന്നും കഴിക്കില്ല, അവളൊക്കെ മാറ്റി വെക്കാമെന്ന്. ഇനിയിപ്പോൾ അവൾക്ക് വാരി കൊടുത്ത് നോക്കണം, എന്നാലും ചിലപ്പോൾ കഴിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ പെരുന്നാൾ ഫുഡൊക്കെ കഴിക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള വീഡിയോസ് കാണാം. അപ്പോൾ ഫുഡൊക്കെ കഴിക്കലതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ മോള് ഞാൻ പറഞ്ഞില്ല ഒന്നും കഴിച്ചിട്ടില്ല, എന്നപ്പോൾ അവൾക്ക് കുറച്ച് പായസം കൊടുത്തു നോക്കിയതാണ്. അപ്പോൾ അവൾ അതിൽ പാലൊക്കെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. ചോറ് കഴിക്കുന്നതിൻ്റെ കൂടെ ഞാൻ പായസം കൊടുത്തില്ല, കാരണം പായസം കൊടുത്തെങ്കിൽ ചോറ് നോക്കാതെ വെറും പായസം മാത്രം കുടിക്കുള്ളൂ പറഞ്ഞിട്ട് പായസം ഞാൻ അപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ ചോറ് കഴിക്കൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഉറങ്ങി നീച്ചപ്പോൾ മോൾക്ക് കൊടുത്തു നോക്കി, മോള് കുറച്ച് അങ്ങനെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മോനെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ വെച്ചിട്ട് മുകളിലോട്ട് കയറിയതാണ് കേട്ടോ. ട്രൈപോഡൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ താഴോട്ട് പോയി. ഇന്നലെ പിന്നെ വല്ലാത്ത ചൂടായിരുന്നില്ല, അതുകൊണ്ട് എവിടെയും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ വേഗം ഫോട്ടോസൊക്കെ എടുത്തിട്ട് മക്കളെ കൊണ്ട് അടിയിലേക്ക് പോയി. അപ്പോൾ അടിയിലെത്തിയപ്പോൾ ഞാൻ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ പറഞ്ഞു ഉക്കും വേണം പറഞ്ഞിട്ട് എല്ലാവരും കരയാൻ തുടങ്ങി. അവനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇടണ്ട ഉക്കും വേണം, നേരാക്കി ഇട്ട് ഉക്കും വേണം പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനും ചെറുതായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ. ഞങ്ങൾ പെരുന്നാളായിട്ട് അങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. ഉള്ള സമയത്ത് ഞങ്ങളെല്ലാവരും പാടെ അനിയത്തികളും ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ കുടിയിൽ കൂടും. ഇപ്രാവശ്യം ഉമ്മാക്ക് വയ്യായിട്ട് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം പിന്നെ ഇങ്ങോട്ട് വരും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഉമ്മാരത്തേക്കൊന്ന് പോകണം. പെരുന്നാളായിട്ട് വേറെ എവിടേക്കും പോകണമെന്നില്ല. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പെരുന്നാളാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടലൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.